അത് പേർത്തും സമൂഹത്തോട് നിരന്തരമായി അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് അന്യനെ ഇന്ന് വിശ്വാസമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമില്ല, ഏത് നിമിഷവും വയലന്റ് ആകാൻ മുട്ടി നിൽക്കുന്ന മനുഷ്യരായി ഓരോരുത്തരും മാറുന്നു. ഒന്ന് മനസ്സറിഞ്ഞുറങ്ങാൻ പോലും കഴിയില്ല. കേരളത്തിലെ പ്രസിദ്ധ കവിയാകുന്ന ONV കുറുപ്പ്, അദ്ദേഹത്തിന്റെ ശാങ്കക പക്ഷികൾ എന്നൊരു കവിതയുണ്ട്. അത് ആരംഭിക്കുന്നത് തന്നെ മനസ്സറിഞ്ഞൊന്നുറങ്ങിയ യാമങ്ങൾ എന്നോ അവസാനിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം തുടർന്ന് പറയുന്നു, ഇനി നമ്മുടെ ഒരാളുടെ നിദ്രയ്ക്ക് മറ്റേയാൾ കണ്ണിമ ചിമ്മാതെ കാവൽ നിൽക്കണം, ഇനി നീ ഉറങ്ങുക, ഞാൻ കണ്ണടക്കാതെ കാത്തു നിൽക്കാം എന്നാണ്. ലോകത്ത് പുതിയ കാലഘട്ടത്തിൽ മനുഷ്യന് ജീവിക്കണമെങ്കിൽ മറ്റൊരാൾ കാവൽ നിൽക്കേണ്ട ഗതി, മനസ്സറിഞ്ഞൊന്നുറങ്ങണമെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മൾക്ക് കാവൽ നിൽക്കേണ്ട ദുരന്തം. ഇവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ ഒരു പഠിപ്പിച്ച മാനവികതയുടെ ദർശനങ്ങളുടെ പ്രസക്തി. ജൂതനാകുന്ന ഒരു ആൾ കൊട്ടേഷൻ സംഘത്തെ നിയോഗിച്ചു. രണ്ടാം ഖലീഫയാകുന്ന ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ വധിക്കാൻ വേണ്ടി. അദ്ദേഹം 10 പതുങ്ങിയും മദീനയിലേക്ക് വന്നു. ആരോട് എങ്ങനെയാണ് ഉമറിനെ പരിചയപ്പെടുക എന്ന രീതിയിൽ അദ്ദേഹം ഇങ്ങനെ സംശയിച്ചു നിൽക്കുമ്പോൾ നല്ല തേജസ്വിയായ ഒരു മനുഷ്യൻ ഈത്തപ്പനയുടെ ഇത്തിരി നീളത്ത് മണൽ കൂട്ടി വെച്ച് തലയണ നിർമ്മിച്ച് മനോഹരമായി കടന്നുറങ്ങുന്നു. അദ്ദേഹത്തെ മെല്ലെ തട്ടിയുണർത്തിയിട്ട് ഈ കൊട്ടേഷൻ നേതാവ് ചോദിച്ചു, ഈ നാട്ടിലെ ഖലീഫയാകുന്ന ഭരണാധികാരിയാകുന്ന ഉമർ എവിടെയാണ്? സുസ്മരണവതനായി ഉറങ്ങുന്നയാൾ ചോദിച്ചു, എന്റെ കാര്യം? അദ്ദേഹം പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഉമർ എവിടെ? അദ്ദേഹം പറഞ്ഞു, ഞാനാണ് ഉമർ. കൊല്ലാൻ വന്നയാളുടെ കൽബ് പടക്കുന്നു, അദ്ദേഹത്തിന്റെ ആയുധം താഴെ വീഴുന്നു. തന്റെ രാജാവിനെ കുറിച്ച് അദ്ദേഹം ഓർക്കുന്നു. നിരവധിയായ സൈനികരുടെ കാവലിൽ, നിരവധിയായ സുരക്ഷാ സംവിധാനങ്ങൾക്കിടയിൽ ഒന്നുറങ്ങാൻ പോലും മാനസികമായി കഴിയാതെ നട്ടപ്പാതിരക്ക് മദ്യം സേവിക്കേണ്ടി വരുന്ന എന്റെ രാജാവ് എവിടെ? ആരാരെയും ഭയപ്പെടാതെ ഈ സൂര്യന്റെ നിഴലിനു വേണ്ടി മാത്രം ഒരു ഈത്തപ്പനയെ ആശ്രയിച്ച് സുഖസുന്ദരമായി ഉറങ്ങുന്ന മദീനയുടെ രാജാവ് എവിടെ? അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ചരിത്രം.